എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21 12 വാക്യം. യോഹന്നാൻ 21:12. യേശു അവരോട്, വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളുവിൻ എന്ന് പറഞ്ഞു. കർത്താവാകുന്നു എന്നറിഞ്ഞിട്ട് ശിഷ്യന്മാരിൽ ഒരുത്തനും നീ ആർ എന്ന് അവനോട് ചോദിപ്പാൻ തുനിഞ്ഞില്ല. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. സ്നേഹത്തിൻ്റെ നിലയ്ക്കാത്ത തരംഗങ്ങൾ നിർഗളിക്കുന്ന ഒരു പ്രഭാതമാണ് യോഹന്നാൻ പങ്കുവയ്ക്കുന്ന ഈ തിബരിയാസിൻ്റെ തീരം. തങ്ങളുടെ പഴയ ജീവിതായോധന രീതിയിലേക്ക് മടങ്ങിപ്പോവുകയും കടലിൽ ഫലശൂന്യത അനുഭവിക്കുകയും ചെയ്ത ശിഷ്യ സമൂഹത്തെ എങ്ങനെയാണ് പുനരുദ്ധാനം ചെയ്ത കർത്താവ് യഥാസ്ഥാനപ്പെടുത്തിയതെന്ന് ഈ ഭാഗം വ്യക്തമാക്കുന്നു. കടൽ തീരത്ത് നിന്നിരുന്ന കർത്താവ് അവരുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന ചില സ്വാധീനങ്ങൾ നൽകി. അത് അവരെ യഥാസ്ഥാനപ്പെടുത്തുകയും അവരുടെ അപ്പോസ്തോല നിയോഗങ്ങൾക്കായി ശക്തീകരിക്കുകയും ചെയ്തു. 4 വാക്യം മുതൽ 14 വാക്യം വരെയാണ് ഈ ഒരു സംഭവം വിവരിക്കുന്നത്. അതിലൊന്നാമത്, ജീവിതത്തിൽ എന്നും സംസാരിക്കാവുന്ന ഭാഷ സ്നേഹത്തിൻ്റെ ഭാഷ മാത്രമാണ്. കർത്താവിനെ കടൽ തീരത്ത് കണ്ടപ്പോൾ അവരുടെ പെട്ടെന്നുള്ള പ്രതികരണം ശ്രദ്ധേയമായിരുന്നു. ഭയപ്പെട്ടു പോയ അവർക്ക് കർത്താവിനെ അഭിമുഖീകരിക്കാനുള്ള ധൈര്യമുണ്ടായിരുന്നില്ല. തന്നെ മറച്ചുകൊണ്ട് അവരുടെ നായകനായിരുന്ന പത്രോസ് കടലിലേക്ക് ചാടി. അദ്ദേഹത്തിൻ്റേത് അപ്രകാരമുള്ള പ്രതികരണമായിരുന്നെങ്കിൽ മറ്റ് ശിഷ്യന്മാരുടേതും സമാനമായ പ്രതികരണമായിരുന്നിരിക്കാം. സാധാരണ മനുഷ്യരീതിയിൽ ആയിരുന്നെങ്കിൽ യേശു അവരോട് ശാസനയിലും തർജ്ജനത്തിലും സംസാരിക്കുകയും അവരുടെ പരാജയത്തിൻ്റെ പേരിൽ ശുശ്രൂഷയിൽ നിന്ന് നീക്കിക്കളയുകയും ചെയ്യുമായിരുന്നു. എന്നാൽ യേശുവിൻ്റേത് വ്യത്യസ്ത സമീപനമായിരുന്നു. കുഞ്ഞുങ്ങളെ എന്ന സ്നേഹപൂർവമായ വാക്കാണ് യേശുവിൽ നിന്നും ആദ്യം പുറപ്പെട്ടത്. അതിലുപരി കഴിഞ്ഞ രാത്രി മുഴുവൻ അവർ പട്ടിണിയായിരുന്നുവെന്ന് യേശു അറിഞ്ഞിരുന്നു. കഴിഞ്ഞ രാത്രി മുഴുവൻ കടലിൽ അലഞ്ഞ് അധ്വാനിച്ച് തളർന്നിരുന്നു എന്ന് മാത്രമല്ല, ഒന്നും പിടിക്കാൻ കഴിയാതിരുന്നതിൻ്റെ നിരാശയും അവരെ തളർത്തിയിരുന്നു. ഈ ക്ഷീണങ്ങളും നൈരാശ്യങ്ങളും തീർക്കാൻ യേശു ശ്രമിച്ചു. തൻ്റെ മക്കൾക്ക് വേണ്ടി അമ്മ കരുതും പോലെ കർത്താവ് അവർക്ക് പ്രാതൽ ഒരുക്കി കൊടുത്തു. കർത്താവ് പകർന്ന സ്നേഹം അവരുടെ മാനസിക തളർച്ച മാറ്റി. കർത്താവ് ഉപയോഗിച്ചത് ഗ്രീക്കോ ഹീബ്രുവോ ഭാഷകളായിരുന്നില്ല, സ്നേഹത്തിൻ്റെ മാത്രം ഭാഷയായിരുന്നു. രണ്ടാമത്, പരാജയത്തിൻ്റെ പടുകുഴിയിലും യേശു അവരിൽ ദർശിച്ചത് സാധ്യതകളാണ്. ഗുരുവിൻ്റെ പ്രതീക്ഷകൾക്കനുസരിച്ച് ഉയരാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നത് യാഥാർത്ഥ്യമായിരുന്നു. അവരുടെ അനുഗമന ചരിത്രത്തിൽ പരാജയങ്ങളുടെ നിരകൾ തന്നെ ഉണ്ടായിരുന്നു. നിർണായക നിമിഷങ്ങളിൽ അവരുടെ പ്രതികരണങ്ങൾ ശരിയായിരുന്നില്ല. അവരുടെ ശുശ്രൂഷ സരണികളിൽ അവർക്ക് ആശ്രയിക്കാൻ കൊള്ളാത്തവരും അവിശ്വസ്തരുമാണ് എന്ന് തോന്നിപ്പോയിട്ടുണ്ട്. എന്നിട്ടും കർത്താവ് അവരിൽ സാധ്യതകളെ കണ്ടു. ഒരിക്കലും അവരെ എഴുതി തള്ളിയില്ല എന്നത് ശ്രദ്ധേയമാണ്. കയ്യൂക്കുള്ളവരാണ് കാര്യക്കാരെന്നും നല്ല ബലമുള്ളത് മാത്രം നിലനിന്നാൽ മതിയെന്നുമുള്ള മുദ്രാവാക്യങ്ങളുള്ള മേധാവിത്വ സംസ്കാരത്തിൻ്റെ മധ്യത്തിൽ ഈ ശിഷ്യർ അവർക്ക് നൽകപ്പെട്ട നിയോഗങ്ങളിൽ കാര്യക്ഷമതയില്ലാത്തവരായി തള്ളപ്പെടേണ്ടതായിരുന്നു. എന്നാൽ ഈ ഭാഗം നമുക്ക് തരുന്ന സന്ദേശം വളരെ വ്യത്യസ്തമാണ്. മനുഷ്യ ജീവിതങ്ങളിലെ ഇതുവരെയും ആരും കണ്ടെത്തിയിട്ടില്ലാത്ത സാധ്യതകളുടെ ഖനികളിൽ നിന്നും കൂടുതൽ ശേഖരിച്ച് ജീവിതത്തെ ധന്യമാക്കാനാണ് യേശുവിൻ്റെ സ്നേഹം നമ്മെ നിർബന്ധിക്കുന്നത്. പലപ്പോഴും പരാജയവും ഭീതിയും നിരാശയും ശൂന്യതാബോധവും നമ്മളെ തളർത്തിക്കളയുമ്പോൾ മറ്റുള്ളവർ
ഒരുപക്ഷെ നമ്മുടെ സ്നേഹിതരാവാം, പ്രിയപ്പെട്ടവരാകാം. നമ്മളുടെ പരാജയങ്ങളിൽ സന്തോഷിക്കുന്നുണ്ടാവാം. നമ്മുടെ നിരാശയെ കണ്ട് മൗനമായി പോകുന്നവരുണ്ടാവാം. എന്നാൽ കർത്താവ് നമ്മെ ഒരിക്കലും അങ്ങനെ വിട്ടുകളയുന്ന ദൈവമല്ല. ആ തീരത്ത് പ്രഭാതത്തിൽ ഉയർന്നത് ആഹാരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭക്ഷണമായി കരുതുന്നതിന് അപ്പുറമായി അവിടെ വിളമ്പിയത് സ്നേഹത്തിൻ്റെ, കൂട്ടായ്മയുടെ, ചേർത്ത് നിർത്തലിൻ്റെ ഭക്ഷണമായിരുന്നു. നമ്മയും തേടി വരുന്ന കർത്താവ് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നവനാണ് എന്ന ബോധ്യത്തോടെ ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. മഹത്വമുള്ള ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ പിതാവേ, മനോഹരമായ പുതിയ പ്രഭാതത്തിനായി സ്തോത്രം. അവിടുന്ന് ഞങ്ങളെ തേടി വരുന്ന ദൈവമെന്ന് ഈ വേദഭാഗം ഓർമ്മിപ്പിക്കുന്നല്ലോ. നിരാശയിലും തളർച്ചയിലും ഞങ്ങൾ മുങ്ങിപ്പോകുമ്പോൾ അവിടുത്തെ സാന്ത്വനത്തിൻ്റെ സ്നേഹഭാഷയും അങ്ങയുടെ കരുതലിൻ്റെ അടയാളങ്ങളും ഞങ്ങളെ കൂടുതൽ ഉറപ്പിച്ച് നിർത്തുന്നതിനായി സ്തോത്രം. യഥാസ്ഥാനീകരിക്കുന്നതിനായി ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ഇന്ന് പ്രഭാതം മുതൽ പ്രദോഷം വരെ കൃപയിൽ ആശ്രയിക്കുന്നു. കാക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർ, വിവാഹവാർഷികം ആഘോഷിക്കുന്നവരെല്ലാവരെയും ഓർക്കുന്ന കർത്താവിൻ്റെ വഴിനടത്തലും ആലോചനയും സഹിത്വവും പകരണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക അനുഗ്രഹവും നിറസാന്നിധ്യവും നമ്മോടുകൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.